മറ്റം സെൻറ്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ നിന്നും ഈ വർഷം വിരമിക്കുന്ന ചരിത്ര അധ്യാപിക ഷീന ടീച്ചർ. ചരിത്രമെന്ന മഹാവിഷയത്തെ അതിലളിതമായി വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകി വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഇടം നേടിയ ഷീന ടീച്ചർ ഒരു കൂട്ടുകാരിയെപ്പോലെ, അമ്മയെപ്പോലെ സ്നേഹം പങ്കിടുന്ന ഷീന ടീച്ചർ. പഠനം ഒരിക്കലും അവസാനിക്കുന്നതല്ല എന്നും കാലഘട്ടത്തിനനുസരിച്ചുള്ള പുതിയ അറിവുകൾ ശേഖരിച്ച് അത് വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുക്കുന്നതിൽ ഉത്സാഹവതിയുമായിരുന്നു ഷീന ടീച്ചർ. പത്രവായനയാണ് ചരിത്ര പഠനത്തിൻ്റെ പരമാത്മാവ് എന്ന് പറഞ്ഞ് കുട്ടികളെ പ്രചോദിപ്പിക്കുന്ന ചരിത്ര അധ്യാപിക. ഏറെ ഹൃദ്യമായ പെരുമാറ്റം കാഴ്ചവെക്കുന്ന ഷീന ടീച്ചർ വിദ്യാർത്ഥികളുടെയും സഹപ്രവർത്തകരുടെയും മനസ്സിൽ മറക്കാനാവാത്ത മയിൽപീലിയായി എന്നും നിറഞ്ഞു നിൽക്കും. ദീർഘകാലമായിട്ട് നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ചിട്ടുള്ള ഷീന ടീച്ചർ തൻ്റെ തനതായ ശൈലിയിലൂടെ കുട്ടികൾക്ക് പ്രിയങ്കരിയായി തീർന്നിട്ടുള്ള ടീച്ചറാണ്. ചരിത്ര അധ്യാപികയാണ് എന്നതുകൊണ്ട് തന്നെ നമ്മുടെ സമീപ മേഖലയിലെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോവുകയും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആ കാലഘട്ടത്തെക്കുറിച്ചുമെല്ലാം കൃത്യമായിട്ടുള്ള അറിവുകൾ പകർന്നു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ ടീച്ചർ പ്രത്യേകം താല്പര്യമെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ അടുത്ത കോളേജായിട്ടുള്ള ശ്രീകൃഷ്ണ കോളേജിലെ ഏറ്റവും മിടുക്കരായിട്ടുള്ള പ്രൊഫസേഴ്സിനെ കൊണ്ട് കുട്ടികൾക്ക് വേണ്ടി ക്ലാസ്സുകൾ എടുപ്പിക്കുന്നതിലും ഒപ്പം തന്നെ അവർക്ക് വളരെ സൗഹൃദപരമായിട്ടുള്ള രീതിയിൽ ഈ അധ്യാപകരുമായിട്ട് സംവദിക്കുന്നതിനുള്ള അവസരം ഒരുക്കുന്നതിനുമൊക്കെ ടീച്ചർ മുൻകൈ എടുത്തിട്ടുണ്ട്. ആ രീതിയിൽ തൻ്റെതായ ശൈലിയിലൂടെ കുട്ടികൾക്ക് പ്രിയങ്കരിയായി തീർന്നിട്ടുള്ള ഷീന ടീച്ചർ ഈ വർഷം വിരമിക്കുമ്പോൾ അതെന്നെ സംബന്ധിച്ചും മറ്റെല്ലാ സഹപ്രവർത്തകരെ സംബന്ധിച്ചും വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വലിയ നഷ്ടമാണ്, വലിയ സങ്കടമുള്ള കാര്യമാണ്. എന്നിരുന്നാലും അനിവാര്യമായ വിരമിക്കൽ അത് നമുക്ക് തടയാനാവുന്ന കാര്യമല്ല. ഷീന ടീച്ചർക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള വിശ്രമ ജീവിതം, റിട്ടയർ ലൈഫ് ആശംസിക്കുകയാണ്. ചരിത്രം അനന്തമാണ്. പ്രപഞ്ചത്തിലെ എല്ലാ മാറ്റങ്ങളെക്കുറിച്ചും പോയ കാലത്തിൻ്റെ രേഖപ്പെടുത്തലുകളുമാണ് ചരിത്രം. ആ വിഷയത്തെ വിദ്യാർത്ഥികളുമായിട്ട് സംവദിക്കുമ്പോൾ ടീച്ചർ പരമാവധി അവരിൽ അതെത്തിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഫീൽഡ് ട്രിപ്പുകളും അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള എല്ലാ പഠന സാമഗ്രികളും ഉപയോഗിച്ചിട്ടാണ് ടീച്ചർ അത് വിദ്യാർത്ഥികളിൽ ചരിത്രത്തെക്കുറിച്ചുള്ള അവബോധമുണ്ടാക്കുന്നത്. ഒരു വിദ്യാർത്ഥിയെക്കുറിച്ച്, അവൻ്റെ ജീവിത നിലവാരത്തെക്കുറിച്ച്, അവൻ വരുന്ന മറ്റു സാഹചര്യങ്ങളെക്കുറിച്ച്, പഠന നിലവാരത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് അവൻ്റെ മാതാപിതാക്കളുമായിട്ട് സംവദിച്ചുകൊണ്ടാണ് ടീച്ചർ ഇതുവരെയും അധ്യാപനം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. വിരമിക്കുന്ന ഈ വേളയിൽ ടീച്ചറെക്കുറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ടീച്ചർ ഒരു നിമിഷം പോലും സ്റ്റാഫ് റൂമിൽ കർമ്മനിരതയല്ലാതെ കാണാനായിട്ട് സാധിക്കില്ല. എല്ലാ സമയത്തും വിദ്യാർത്ഥികളുമായിട്ട് ഇടപഴകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു അധ്യാപികയായിട്ടാണ് പലപ്പോഴും ഞങ്ങൾക്കൊക്കെ ഒരു മാതൃകയാണ് ടീച്ചർ. ടീച്ചറുടെ വീടും പരിസരവും വ്യത്യസ്ത തരം ചെടികളാലും വൃക്ഷങ്ങളാലും സമ്പന്നമാണ്. വീട്ടിലെത്തിയാൽ ചരിത്ര പഠനം പ്രകൃതി പഠനത്തിലേക്ക് വഴിമാറുന്ന മനോഹരമായ കാഴ്ച. ടീച്ചറുടെ വീട്ടിലെ ഓരോ വൃക്ഷത്തിനും ഓരോ കഥ പറയാനുണ്ടാകും. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഫ്രൂട്ട്സ് ചെടികളെല്ലാം ഒരു ബർത്ത്ഡേ അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി
അങ്ങനെ ഓരോരുത്തരുടെ സംഭവങ്ങളാണിത്. ഓരോരുത്തർക്കും ഓരോ ചെടികൾക്കും ഓരോ കഥകൾ പറയാനുണ്ടാവും. ഒന്നാലും ബർത്ത്ഡേ ഉണ്ടാവും, അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി ഉണ്ടാവും. അപ്പൻ്റെ, അമ്മയുടെ, മകൻ്റെ, ടീച്ചർ, എൻ്റെ എല്ലാ ആനിവേഴ്സറികൾക്കും വാങ്ങിച്ച സാധനങ്ങളാണ് ഇതൊക്കെ. പലപ്പോഴും ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ ഒന്ന് പുറപ്പെടും, അമ്മോടൊപ്പം പറഞ്ഞ് ഡ്രസ്സ് എടുക്കാൻ പുറപ്പെടും. കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ഡ്രസ്സായിട്ടല്ല വരിക, ചെടികളായിട്ടാണ് പിടിക്കാത്താറ്. അപ്പോൾ വീട്ടുകാർ ചോദിക്കേ ഡ്രസ്സ് എടുക്കാൻ പറ്റുന്നത് ചെടികൾ. ടീച്ചർക്ക് ചെടിക്ക് 1000കണക്കിന് രൂപ ചിലവാക്കിയാലും ഒരു കുഴപ്പമില്ല, വേറെ എന്തെങ്കിലും ചിലവാക്കിയാൽ പ്രശ്നമാണ്. പക്ഷേ ചെടികൾക്ക് വേണ്ടിയിട്ട് ആള് ഇപ്പോൾ 1000 രൂപ 2000 രൂപ എത്ര വേണമെങ്കിലും ചിലവാക്കാൻ റെഡിയാണ്. അപ്പോൾ അങ്ങനെ പലതും മേടിച്ചുള്ള ചെടികളൊക്കെയാണ് ഇത്. എനിക്കും കൃഷിയിൽ താല്പര്യമാണ്. ഞാൻ 5 മുതൽ 10ാം ക്ലാസ് വരെ LIG ചൂണ്ടലിലാണ് പഠിച്ചിരുന്നത്. അവിടെ പഠിക്കുന്ന സമയത്ത് ഗൈഡിങ്ങിൻ്റെ ക്യാമ്പിനായിട്ട് 3 ദിവസത്തെ ക്ലാസ്സിൽ 3 ദിവസത്തെ ക്യാമ്പ് സെൻറ്റ് ഫ്രാൻസിസ് ഗേൾസ് സ്കൂളിലുണ്ടായിരുന്നു. അതാണ് തുടക്കത്തിൽ മറ്റേ സ്കൂളുമായിട്ടുള്ള എൻ്റെ ബന്ധം. അതിനുശേഷം ഡിഗ്രിക്ക് ഞാൻ LF കോളേജ് മമ്മിയൂരായിരുന്നു. അതിനുശേഷം പാലക്കാട് വിക്ടോറിയ കോളേജിലാണ് എൻ്റെ PG പൂർത്തിയായത്. അതിനുശേഷം ഞാൻ MEd സെൻറ്റ് ആൻസ് കോളേജ് മംഗലാപുരത്തായിരുന്നു. അതിനുശേഷം ഞാൻ എഡ്യൂക്കേഷനിൽ റിസർച്ച് ചെയ്തിരുന്നു. അത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അത് ഇൻകംപ്ലീറ്റ് ആണ്. അതിനുശേഷം ഞാൻ JP B.Ed കോളേജിൽ ഞാൻ അധ്യാപികയായിട്ട് സേവനം ചെയ്തു. അങ്ങനെ 2000-ലാണ് ഞാൻ മറ്റം +2ലേക്ക് വന്നത്. സ്കൂളിലെ മറക്കാനാവാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ സാജുമാഷായിട്ട് ഞാൻ നടത്തിയ, സാജുമാഷും ഞാനും കുട്ടികളുമായി നടത്തിയ വനയാത്രകളാണ്. ഒരുപാട് വനയാത്രകൾ ഞങ്ങൾ ഒരുമിച്ച് കുട്ടികളുമായിട്ട് നടത്താറുണ്ട്. പിന്നെ അതേപോലെ ഹ്യൂമാനിറ്റീസ് കുട്ടികളായിട്ട് ഞാൻ ശക്തൻ മ്യൂസിയം അത് എല്ലാ വർഷവും കൊണ്ടുപോകാറുണ്ട്. ഒരുവിധം വർഷങ്ങളിലൊക്കെ ശക്തൻ മ്യൂസിയത്തിലേക്ക് കുട്ടികളെ കൊണ്ടുപോകാറുണ്ട്. ടീച്ചറുടെ സ്വന്തം അപ്പച്ചനും അമ്മച്ചിയും ഇപ്പോൾ ടീച്ചറുടെ കുടുംബത്തോടൊപ്പം താമസിക്കുന്നുണ്ട്. അമ്മ എന്നെ ഒരുപാട് സഹായിക്കാറുണ്ടായിരുന്നു. സ്കൂളിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ എന്നെ വീട്ടിലൂടെയും പഠിപ്പിക്കാറുണ്ട്. വിദ്യാഭ്യാസത്തിന് പുറമെ നാട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, നന്മകൾ തുടങ്ങിയ ധാരാളം കാര്യങ്ങൾ എന്നെ അമ്മ പഠിപ്പിക്കാറുണ്ടായിരുന്നു. അമ്മയ്ക്കൊരു സന്തുഷ്ടമായ റിട്ടയർമെൻറ്റ് ജീവിതം ഞാൻ ആശംസിക്കുന്നു. മംഗളം നേരുന്നു ഞാൻ മനസ്വിനി, മംഗളം നേരുന്നു ഞാൻ. അലിഞ്ഞു ചേർന്നതിൻ ശേഷമെൻ ജീവനെ പിരിഞ്ഞു പോയി നീ, എങ്കിലും ഇന്നും മംഗളം നേരുന്നു ഞാൻ മനസ്വിനി, മംഗളം നേരുന്നു ഞാൻ. അലിഞ്ഞു ചേർന്നതിൻ ശേഷമെൻ ജീവനെ പിരിഞ്ഞു പോയി നീ, എങ്കിലും ഇന്നും മംഗളം നേരുന്നു ഞാൻ. ചരിത്ര പഠനത്തിൽ പുതിയൊരു അധ്യായം എഴുതി ചേർത്ത ചരിത്രാധ്യാപിക ഷീന ടീച്ചർക്ക് മറ്റം സെൻറ്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൻ്റെ യാത്രാ മംഗളങ്ങൾ. എവിടെയാണെങ്കിലും നിന്റെ സങ്കൽപ്പങ്ങൾ 7 വർണ്ണങ്ങളും വിടർത്തട്ടെ. എന്നും ആ ജീവിത പൊന്മണി വീണയിൽ സുന്ദര സ്വരധാര ഉണരട്ടെ, ഉണരട്ടെ. മംഗളം നേരുന്നു ഞാൻ മനസ്വിനി,